വെൽക്കം ബാക്ക് ഗൈസ് ടു ഫിലിമി രസം. അപ്പൊ നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ കൂലി എന്ന് പറയുന്ന പുതിയ പടം റിലീസായി നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് റിവ്യൂലേക്ക് കിടക്കാം. സ്റ്റാർട്ടിങ് തന്നെ നമ്മുടെ ഡയറക്ഷൻ ചെയ്തിരിക്കുന്ന എല്ലാവർക്കും അറിയാം, ലോകേഷ് കനകരാജ് ആണ്. അപ്പോ ഡയറക്ഷൻ ചെയ്ത് ഈ പടം സാധാരണ ഉള്ള ഒരു LCU പടം പോലെയല്ല. ഇതിനകത്ത് സാധാരണ ലോകേഷ് ഇടുന്ന മാസാണെങ്കിലും ഏത് കാര്യമാണെങ്കിലും ഇതിനകത്ത് ഈ പടം പൊതുവെ മുന്നോട്ടാണ്. ഈ പടത്തിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാല് ഇത് വളരെ സ്ലോ ടെല്ലിംഗ് ആയ ഒരു പടമാണ്. ഇത് പതുക്കെയാണ് എല്ലാം, മാസാണെങ്കിലും സ്റ്റോറി ആണെങ്കിലും എല്ലാം വളരെ പതുക്കെ ഒരു സ്പീഡിൽ പോകുന്ന ഒരു പടമാണ്. പിന്നെ നമുക്ക് അറിയാം അതിന്റെ കാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ട്രെയിലർ തന്നെ കണ്ടാണ്. നിരവധി ഇൻഡസ്ട്രീസിൽ നിന്ന് സ്റ്റാർസിനെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അവർ കൊണ്ടുവന്നെങ്കിലും അവരെ മര്യാദക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതെന്നുള്ളതാണ് സംശയം. ഇത് കുറെ പേരുണ്ട്. അമീർ ഖാൻ ഉണ്ട്, നമ്മുടെ സൗബിനുണ്ട്. സൗബിന് പിന്നെ കുറച്ച് പേര് അടിപൊളിയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ കുറച്ച് മൾട്ടി സ്റ്റാർസിനെ അവര് ഒട്ടും തന്നെ നല്ലോണം ഉപയോഗിച്ചില്ല, ഒരുമാതിരി കോമാളി മാതിരി ആക്കുകയും ചെയ്തു. ക്യാമറ ഒക്കെ കുഴപ്പമൊന്നുമില്ല. പിന്നെ സ്റ്റണ്ട് നല്ലോണമാണ് അവർ ചെയ്തിരിക്കുന്നത്. സ്റ്റണ്ട് ഇപ്പോൾ ഏതിന്റെ ഒരു സ്മോൾ ഫൈറ്റ് സീൻ ആണെങ്കിലും സ്റ്റണ്ടിന്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല, നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് പടം മൊത്തത്തില് ഒരു സുഖമില്ലെന്നുള്ള പറയുന്നതാണ് സത്യം. കാരണം എന്ന് വെച്ചാല് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് ഈ കുറച്ച് നാളായിട്ട് കൂലി മാത്രമേ നമുക്ക് ഈ റിലീസിംഗ് ടൈം ആയപ്പോഴേക്കും അവരിട്ട പ്രൊമോഷൻ എന്തോരാന്ന് നമുക്കറിയാലോ. പക്ഷെ അതിന്റെ ഒരു 7 അയലത്ത് പോലും വന്നിട്ടില്ല. കാരണം പടം ഒരു കളക്ഷൻ വൈസ് കയറുമായിരിക്കും, പക്ഷെ പടം മൊത്തത്തിൽ കണ്ടിരിക്കാൻ വളരെ ബോറിംഗ് ആണ്. ഇതിനകത്ത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒന്നുമില്ല. പടം പറയുവാണെങ്കിൽ ഒരു ഫ്ലോപ്പാന്ന് തന്നെ പറയേണ്ടി വരും. കാരണം എന്താന്ന് വെച്ചാല് നമുക്ക് LCU അല്ല, ലൊക്കേഷന്റെ ബാക്കി പടങ്ങൾ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ ഓട്ടോമാറ്റിക്കലി കമ്പയർ ചെയ്ത് പോകും. ഇതും എല്ലാ ഒരു മാസ് പടത്തിനകത്ത് വരുന്ന, മാസ് എന്ന കാറ്റഗറിക്കകത്ത് വരുന്ന പടങ്ങളായതുകൊണ്ട് നമ്മൾ കമ്പയർ ചെയ്ത് പോകും. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതായിരിക്കും ലോകേഷിന്റെ ഏറ്റവും മോശപ്പടം, അങ്ങനെ ചിലപ്പോൾ പറയേണ്ടി വരും. കാരണം ഇതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മളെ പിടിച്ചിരുത്താനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. സാധാരണ രജനീകാന്ത് പടത്തില് നമ്മള് രജനി സാറിന്റെ എങ്കിലും എന്തെങ്കിലും ഒരു മാസ് കാണാം. പക്ഷെ ഈ പടത്തിനകത്ത് പ്രത്യേകിച്ച് അങ്ങനെ കാണാനും ഒന്നും തന്നെ ഇല്ല. പിന്നെ ആകെ ഉള്ളത് എന്തോ ഫ്ലാഷ് ബാക്ക് എന്നുള്ള രീതിയിൽ എന്തൊക്കെയോ കുറച്ച് കാണിക്കുന്നുണ്ട്, അത് മാത്രമാണ് കാണിക്കുന്നത്. പിന്നെ സ്റ്റോറി സാധാരണ ഉള്ള സ്റ്റോറി ഒക്കെ പോലെ തന്നെ, പ്രത്യേകിച്ച് വലിയ ഇമ്പ്രൂവ്മെന്റ് ഒന്നുമില്ല, കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ കാണുന്നു. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, മാസം ഉണ്ട്. പക്ഷെ ഈ പടത്തിന്റെ പ്രശ്നം വെച്ചാൽ ഇതെല്ലാം പതുക്കെയാണ് നടക്കുന്നത്, എല്ലാം സ്ലോ മൂവിങ് ആണ്. ഇത് ഏറ്റവും വലിയ പ്രശ്നം, അവരിത് ഇത്രയും എക്സ്പെക്ടേഷൻ തന്നു, അവർ ഇത്രയും പ്രൊമോഷൻ ഇട്ടിട്ട് നമ്മൾ ഈ പടം പോയി കാണുമ്പോഴേക്കും നമുക്ക് ഈ പടത്തിൽ സത്യം പറഞ്ഞാൽ കാണാനൊന്നും ഇല്ല. അവര് പല ഇൻഡസ്ട്രീസിൽ നിന്ന് ആളെ കൊണ്ടുവന്നു, ഇതൊക്കെ ശരിയാണ്. പക്ഷെ നമുക്ക് ഈ പടത്തിൽ സത്യം പറഞ്ഞാൽ കാണാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. പക്ഷെ ഈ പടത്തില് എടുത്തു പറയേണ്ടിരുന്ന 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് സൗബിൻ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസാ, അത് എല്ലാ മലയാളികൾക്കും അഭിമാനിക്കാം. സൗബിന്റെ പെർഫോമൻസ് ഒരു രക്ഷയില്ലാത്ത രീതി തന്നെയാണ്. പിന്നെ നമ്മുടെ നാഗാർജുന ഈ പ്രായത്തിലും ആ ബോഡി ഫിറ്റ്നസ് ആയിക്കോട്ടെ, നാഗാർജുന ലുക്സ് ആയിക്കോട്ടെ, എല്ലാ രീതിയിലും ഒന്നും പറയാനില്ല. നാഗാർജുനയും സൗബിനും ഇവർ രണ്ടുപേരും ഈ സിനിമയില് നല്ലോണം ഷൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അനിരുദ്ധിന്റെ ബീജമാണ് സത്യം പറഞ്ഞാൽ ഈ പടം പിന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം രജനീകാന്തിന് ഈ പടത്തിൽ സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ മാസോ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് രജനീകാന്ത് തിരിക്കുമ്പോഴും തല തിരിക്കുമ്പോഴും വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ അനിരുദ്ധിന്റെ പാട്ടിട്ട് കൊടുക്കുന്നതുകൊണ്ട് പിന്നെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. അതാണ് സത്യം. അതുകൊണ്ട് അനിരുദ്ധ് ഇതിനകത്ത് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണെന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ ഇതെനിക്ക് പേഴ്സണലി ഒന്നും കേട്ടോ, ആ പടത്തിന്റെ ഇടയിൽ അവര് ഇടയ്ക്കിടയ്ക്ക് ഈ ഹിന്ദിയിലും അതിലും ഒക്കെ കുറെ എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ സബ്ടൈറ്റിൽ വരുന്ന തമിഴിലും കൂടി ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും മനസ്സിലായില്ല. പക്ഷെ അത് എന്റെ പേഴ്സണലായ പ്രശ്നമാട്ടോ, കുഴപ്പമില്ല, അത് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവുമായിരിക്കും. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ പടത്തിനെ കുറിച്ച് പറയാൻ. പടം കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ കളക്ഷൻ വൈസ് ചിലപ്പോൾ ഇത് വാരുമായിരിക്കും. കാരണം ഇത്തരം പ്രൊമോഷനും ഇത്തരം ഇൻഡസ്ട്രീസും ഒക്കെ ഉള്ളതുകൊണ്ട് ആൾക്കാർ ടിക്കറ്റ് എടുത്ത് കാണുമായിരിക്കും. പക്ഷെ പടം മൊത്തത്തിൽ പറയുവാണെങ്കിൽ ഒരു ഫ്ലോപ്പാണ്. പടത്തിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ലോകേഷിന്റെ പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇതായിരിക്കും ലോകേഷിന്റെ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ഒരു പടം. അപ്പോ പിന്നെ ഈ പടത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അവര് പല ഇൻഡസ്ട്രീസ് സ്റ്റാർസ് കൊണ്ടുവന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പം ഇതിനകത്ത് ഏറ്റവും വലിയ സ്റ്റാർ എന്ന് പറയുന്ന ഒബിയസ്ലി നമ്മുടെ ബോളിവുഡിൽ നിന്ന് അമീർ ഖാനെ കൊണ്ടുവന്നതാണ്. പക്ഷെ അമീർ ഖാനെ അവര് കൊണ്ടുവന്നിട്ട് അത് ഒട്ടും വർക്കൗട്ട് ആയില്ല. അത് പുള്ളിയുടെ കോസ്റ്റ്യൂം ആയിക്കോട്ടെ, പുള്ളിയുടെ ഒരു ക്യാരക്ടർ പെർസോണിഫിക്കേഷൻ ആയിക്കോട്ടെ, മൊത്തത്തിൽ അമീർ ഖാനെ കൊണ്ടുവന്ന ഒരു ചെറിയൊരു ഫ്ലോപ്പ് ആയിട്ടാണ് ആ പടത്തിൽ കാണിക്കുന്നത്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് പടത്തിനെ കുറിച്ചുള്ള അനാലിസിസ് എന്ന് പറയാൻ. അപ്പോൾ നിങ്ങൾ പറ്റുവാണെങ്കിൽ പടം കാണാൻ ശ്രമിക്കുക. കാരണം പല ഇൻഡസ്ട്രീസിൽ നിന്ന് സ്റ്റാർസ് വരുന്ന ഒരു പടം എപ്പോഴും ഇറങ്ങില്ല. മണി വർത്താണെന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പടത്തിനെ കുറിച്ച്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ താങ്ക് യു.